നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ വെളുക്കാനും അതുപോലെ തന്നെ പാടൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിൻ ആവാനും വേണ്ടി നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് വെറും 1 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്, നല്ല പവർഫുള്ളാണ്. വീട്ടിലുള്ള സംഭവം തന്നെ മതി, നമ്മുടെ അടുക്കളയിലുള്ളത് മതി കേട്ടോ, നമുക്ക് എളുപ്പം തയ്യാറാക്കാം. ഇത് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലും മുഖത്തിലുമൊക്കെ നല്ല ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് പോലും നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ കെമിക്കലൊക്കെയുള്ള ക്രീമൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഒരു പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ കളറ് നല്ല രീതിക്ക് ചേഞ്ച് ആക്കി എടുക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഇത് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഡിഫറൻറ്റ് നമ്മുടെ സ്കിന്നിൽ വരുത്താനായിട്ട് സാധിക്കും കേട്ടോ. ഹലോ, ആര്യാണ് ഫ്രം ആരിസ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബീറ്റ്റൂട്ടാണ്. എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഈ ബീറ്റ്റൂട്ടിൻ്റെ 2 എണ്ണം ഒന്നും വേണ്ട കേട്ടോ, നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രം മതി. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ബീറ്റ്റൂട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ശരീരം മൊത്തം വെളുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി ബീറ്റ്റൂട്ട് എടുക്കുക, നന്നായിട്ട് തോലൊക്കെ കളഞ്ഞെടുക്കുക. തോലൊക്കെ നമ്മൾ കളഞ്ഞെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു 1/4 ഭാഗം പോലും നമുക്ക് വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്തായാലും ബീറ്റ്റൂട്ട് എടുക്കുന്നതല്ലേ, അപ്പോൾ കറിക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ 2 എണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കുക. ബീറ്റ്റൂട്ട് ജ്യൂസ് അടിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ബീറ്റ്റൂട്ടിൻ്റെ കൂടെ ഒരു പഴം എന്തെങ്കിലും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം അകത്ത് കഴിക്കാവുന്നതാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ അത് തരുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അത് കഴിച്ചു എന്ന് പറഞ്ഞു, അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കൈകൊണ്ട് എന്താ പറയുക ചോപ്പ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവില്ല, സ്റ്റീലിൻ്റെയൊക്കെ, അതിൻ്റെ പേര് എനിക്കറിയില്ല, ആ ചോപ്പർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതുണ്ടെങ്കിൽ അതിൽ നമ്മളൊന്ന് ഒരതി എടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ആയിക്കോട്ടെ, ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക കട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പോൾ കണക്കും കൂടെ കണക്കാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതിലാവുമ്പോൾ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി. ഇതാകുമ്പോൾ കുറച്ച് അധികം വേണം, അതുകൊണ്ടിട്ടാണ് ഞാൻ 2 എണ്ണം എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നന്നായി ചോപ്പ് ചെയ്തെടുക്കുക. പൊടിയായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ആക്കിയിട്ട് കണ്ടില്ലേ, വളരെ ചെറിയ പൊടിയായിട്ടുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഇത് ഓർഗാനോയുടെ കുങ്കുമാതി തൈലമാണ്. കുങ്കുമാതി തൈലം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നതാണ്. അതുകൊണ്ട് വളരെ ഗുണങ്ങളുള്ളതുമാണ് കേട്ടോ. ഇത് ശരിക്കും ഞാനല്ല, കുട്ടികൾക്കാണ് ഉപയോഗിച്ചത്. കാരണം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും. നല്ല കളർ ചേഞ്ച് വരുത്താനും മുഖത്തെ പാടുകളൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ്. കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ അവർക്ക് നല്ല ഡിഫറൻറ്റ് വന്നു, നല്ല രീതിയിൽ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോടുകൂടി പരിചയപ്പെടുത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എൻ്റെ പേര് ആരി എന്ന പേര് കോഡ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വരെയും കുറഞ്ഞു. ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് കുറച്ച് കിട്ടുന്നതെന്ന് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ എത്ര പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് കുറച്ച് കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് മേടിക്കാൻ താല്പര്യമുള്ളവർ ആരി എന്ന കോഡ് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് മേടിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക
നമ്മുടെ ഒരു ബീറ്റ്റൂട്ട് പൊടിയായിട്ട് അരിഞ്ഞതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു പ്യുവറായിട്ടുള്ള അതിൻ്റെ ജ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമുക്കൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി. ഇപ്പോൾ ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിഴിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒട്ടും പോലും നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് യൂസ് ചെയ്യാതെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തട്ടും തരിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ജ്യൂസ് മാത്രം എടുക്കാം. ഇനി നമ്മൾ ജ്യൂസിനകത്തേക്ക് അലോവേരയുടെ ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അലോവേരയുടെ ജെല്ല് ഹോം മെയ്ഡ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. ഞാനൊരു നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ, ആ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത അലോവേരയാണ്. അത് നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഈ ഒരു ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ടിനെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എന്താ പറയുക, 2 ദിവസം 3 ദിവസം വരെ പുറത്ത് വെച്ച് സൂക്ഷിക്കാം. ഇത് ഇനിയിപ്പോൾ നമ്മളൊരു ക്രീമിൻ്റെ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ നമുക്ക് കയ്യിൽ, മുഖത്തിൽ, ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഒരു പേടിയും കൂടാതെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം അത്രത്തോളം നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നെട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 ദിവസം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് പുറത്ത് വയ്ക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. കാരണം നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ചൂടാക്കിയിട്ടൊന്നുമില്ല, അപ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് തേച്ചപ്പോൾ എൻ്റെ കയ്യിൽ വന്ന മാറ്റം നിങ്ങൾ കാണുന്നുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കളറിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു ക്രീമിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണല്ലേ. ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരിസ്. താങ്ക് യു.